സ്റ്റാർട്ട് ആക്ഷൻ കട്ട്. Welcome to Cinema Kallan presents second show and this is Bernie Peter Nicholas. ഇത് ബീണി പീറ്റർ നിക്കോളാസ് ആണെന്നടി. This is usual psycho. ഞാൻ ഓക്കെ. അപ്പോൾ ഇന്നത്തെ പടം എനിക്ക് ഇപ്പോഴും ആയി വരുന്നില്ല കിഷ്കിന്ധ കാണ്ഡം. മോനെ എന്താ പറയണ്ട അതിനെപ്പറ്റി? എന്തെങ്കിലും പറയണോ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു വാക്ക് നിങ്ങൾക്ക് ഒരു ഹിന്റ് തരികയാണെങ്കിൽ അത് സ്പോയിലർ ആയി പോകും എന്നുള്ളതാണ് സത്യം. ആ സിനിമയെ പറ്റി കാരണം ഇത്രയും ശക്തമായ തിരക്കഥയുള്ള ഒരു പടം ഈ അടുത്തെങ്കിൽ ഞാൻ കണ്ടിട്ടില്ല എന്നതാണ്. ബാഹുൽ രമേശ് ഈ സിനിമയെ പറ്റി പറയുമ്പോൾ ബാഹുൽ രമേശ് എന്ന് പറയുന്ന വ്യക്തിയെ പറ്റിയാണ് ഫസ്റ്റ് എനിക്ക് ആദ്യമേ ഇത് എനിക്ക് എല്ലാവർക്കും അറിയാം. ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ ആസിഫ് അലി, വിജയരാഘവൻ, അപർണ ബാലമുരളിയൊക്കെയാണ്. പക്ഷേ ഈ സിനിമയെ പറ്റി പറയുമ്പം എനിക്ക് ഫസ്റ്റ് പറയാൻ തോന്നിയ പേര് ബാഹുൽ രമേശ്. ഇതിൻ്റെ റൈറ്ററും ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫറുമാണ്, ക്യാമറമാനും എഴുതിയിരിക്കുന്നതും അങ്ങനെ അങ്ങ് പറഞ്ഞാൽ മതി, കൂടുതൽ ഇതൊന്നും വേണ്ട. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഡയറക്ടർ എന്ന് പറയുന്നത് ഡിൻജിത്ത് അയന്തൻ. ഡിൻജിത്തൊക്കെ നല്ല രീതിയിൽ പുള്ളിയുടെ ഒരു ഭാഗം ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷേ എന്തൊക്കെയാണെങ്കിലും നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു സിനിമ ഒരു സിനിമ എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ കാണുന്ന ഒരു ഫോമിലേക്ക് എത്തണമെങ്കിൽ ആദ്യമേ ഉണ്ടാവേണ്ടത് ഒരു കഥയാണ്. ഇതിൻ്റെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ മക്കളെ, ഞങ്ങൾക്കൊരു ഒരു കുഞ്ഞു ഹിൻഡ് പോലും തന്നു വേണമെങ്കിൽ ഒരു കുഞ്ഞു കാര്യം ഞാനങ്ങ് പറയും അവർക്ക് വേണ്ടി. വേറൊന്നുമല്ല, ഒരു തോക്കിൽ തുടങ്ങുന്ന ഒരു കഥ, പിന്നെ അത് കൊണ്ടുപോയി എത്തിക്കുന്നതൊക്കെ ലൈക്ക് നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റില്ല. ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റൊക്കെ എഴുതി വെച്ച എൻ്റെ പൊന്നു കൂട്ടുകാരെ താങ്കൾക്ക് ഞാനൊരു ഒന്നൊന്ന് കൈ കൂപ്പിക്കോട്ടെ. അസിസ്റ്റന്റ് വല്ലതും ആക്കും അടുത്ത സ്ക്രിപ്റ്റിൽ എന്തെങ്കിലുമൊക്കെ ഇച്ചിരി തൻ്റെ ബുദ്ധിന്ന് കുറച്ച് ആ ഒരു എനിക്ക് അങ്ങനെ കേട്ടോ. പക്ഷേ പുള്ളിയുടെ സ്ക്രിപ്റ്റ് മാത്രമല്ല, പുള്ളിയുടെ ക്യാമറ വർക്കും കൂടെ അടിപൊളി ഗംഭീരമാണ്. കാരണം പുള്ളി ഉദ്ദേശിച്ച സാധനം പുള്ളി കറക്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ആ ഒരു ഭയങ്കര നിങ്ങളത് പോയി കാണുക തന്നെയാണ്. എന്തെങ്കിലും ഒന്ന് ആവേശം കയറി പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്പോയിലറായി. ഞങ്ങൾ 2 പ്രാവശ്യം ഉണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും പറയായിരുന്നു, ദൈവമേ ഒന്നും പറയരുതേടാ. ഞാൻ അവനോട് പറഞ്ഞോ ഒന്നും കൂടുതലൊന്നും പറയരുത്, അവനോട് തലമണ്ട അടിച്ച് പൊട്ടിക്കും വായിന്ന് വല്ലതും വീഴാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. കാരണം ഞാൻ ഒന്ന് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ വായിന്ന് എവിടെയെങ്കിലുമൊക്കെ കഥയുടെ ഒരു സാധനം നിങ്ങൾക്ക് കിട്ടിപ്പോകും. എനിക്കത് കൊടുക്കണ്ട. കാരണം ഞങ്ങൾ ഇന്നലെ ഒരു സിനിമയുടെ റിവ്യൂ ഞങ്ങളുടെ ആദ്യത്തെ ഈ ഒരു ചാനലിൽ ഫസ്റ്റ് മൂവിയുടെ ഒരു റിവ്യൂ തന്നപ്പോൾ തന്നെ ഞങ്ങളതിനെ അത്യാവശ്യം നല്ല രീതിയിലൊക്കെ നല്ലൊരു റിവ്യൂ ആണ് തന്നതെന്ന് തോന്നുന്നു. അതായത് നല്ല പടമായിരുന്നു, കുഴപ്പമില്ല. പക്ഷേ ഇത് ഞങ്ങൾ പറയുമ്പോഴത്തേക്ക് എന്താണെങ്കിലും റിസ്ക് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ലൈക്ക് എനിക്ക് തോന്നി എന്താണെന്നറിയോ, ഇന്നലെ ഞാൻ പറഞ്ഞപ്പോഴത്തേക്ക് എവിടേക്കോ എന്തൊക്കെയോ ഒരു കുറവ് ആ ഒരു പടത്തിൽ എനിക്ക് ഫീൽ ചെയ്തിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിനകത്ത് അങ്ങനെ പറയാനൊന്നുമില്ല. എന്തെങ്കിലും എനിക്ക് ഒന്നും പറയാനില്ല ഈ പടത്തിനെ പറ്റി. എന്തെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഓവറായിപ്പോവും. അത് നിങ്ങൾക്ക് സിനിമ കാണാനുള്ളൊരു മൂഡില്ലാതാക്കി കളയും. സത്യം. പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആസിഫ് അലി ഓർ വിജയരാഘവൻ ഇതിനകത്ത് ആരെങ്കിലും കമ്പയർ ചെയ്ത് ഇവരെ രണ്ടുപേരെയും വെച്ച് കമ്പയർ ചെയ്തിട്ട് ഇവർക്ക് രണ്ടുപേർക്കും പകരം വേറൊരാളെ കൊണ്ടുവരാൻ ഈ സിനിമയിൽ ആർക്കെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് നിനക്ക് തോന്നിയോ? ഞാൻ വിജയരാഘവൻ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ ഭയങ്കരമായിട്ടാണ് അത് ആ തിരക്കഥയിൽ വെച്ചിരിക്കുന്നത്. കാരണം ക്യാരക്ടർ എന്താ അതിന് പറയാ ആവിഷ്കരിച്ചിരിക്കുന്നു. വിജയരാഘവൻ, ഞാനൊരു കാര്യം പറയട്ടെ, വിജയരാഘവൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി പുള്ളി ഒരു ന്യൂ ജനറേഷൻ എന്നൊന്നും പറയുന്ന ഘട്ടത്തിലേക്ക് നമ്മൾ എടുത്തു കാണണ്ട, അല്ലെങ്കിൽ പുതിയ തലമുറയിൽ പെടുന്ന ഒരു നടനൊന്നും അല്ല. എന്നിട്ട് പോലും ന്യൂ ജനറേഷൻ എന്ന് പറയാവുന്ന ഘട്ടത്തിലുള്ള ആ ഒരു സാധനത്തിലുള്ള ആളാണ് നമ്മുടെ ആസിഫിക്ക. ആ ആസിഫിക്കായിട്ടൊക്കെ ഇടിച്ച് നിന്നിട്ട് നേരെ തിരിച്ചാ പറയട്ടെ. ആസിഫിക്ക ഈ വിജയരാഘവൻ അതേപോലെ ജഗദീഷ് പോലത്തെ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നടന്മാരുടെ കൂടെ അടിപൊളിയായിട്ട് ആ ഒരു മകന്റെ സങ്കടം എല്ലാം ഈ വിജയരാഘവന്റെ മകനാണ്. അതും കൂടെ പറഞ്ഞാൽ കൊടുത്തേക്കാം. മകനായിട്ടാണ് ആസിഫിക്ക് ഈ ഒരു പടത്തിൽ നമ്മുടെ ജഗദീഷ് ചേട്ടനുണ്ട്, പിന്നെ അപർണ ബാലമുരളി. അങ്ങനെ എടുത്തു പറയേണ്ടതാണ്. നല്ല വൃത്തിയായിട്ട് അപർണ ബാലമുരളിയുടെ ആ ഒരു പാർട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അടിപൊളിയായിട്ട് ഏറ്റവും നന്നായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വിജയരാഘവൻ, എനിക്ക് വീണ്ടും പുള്ളിയുടെ പേര് എന്നാ കാണിച്ചു വെച്ചിരിക്കുന്നത്. തിലകൻ സാറിന് ചിലപ്പം നമുക്ക് കൂടിപ്പോയ പുള്ളിയുടെ പേര് പറയാം. അതല്ലാതെ വേറൊരാളുടെ പേര് എനിക്ക് തോന്നുന്നില്ല പറയാനുണ്ടെന്ന് ആ ഒരു ക്യാരക്ടർ ചെയ്യാൻ. കാരണം റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. അതിനകത്തൊരു ഒരു ഷോട്ടുണ്ട്, ഒരു
പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ടുള്ള ഒരു സാധനം ഇല്ല പറയുന്നില്ല ഞാൻ, പക്ഷെ ഒരു സാധനമുണ്ട് അതിനകത്തെ പുള്ളിയുടെ ആക്ടിങ്. അതുപോലെ തന്നെ ഒരു മൊമെന്റിൽ ആസിഫ് അലിയുടെ കാറിനകത്തു നിന്നുള്ളൊരു ഷോട്ട് ഉണ്ട്, അതിനകത്ത് പുള്ളിയുടെ മുഖം അഭിനയിക്കുന്ന ഒരു സാധനമുണ്ട്. അയ്യോ, ഇതൊക്കെ നിങ്ങൾ തിയേറ്ററിൽ മിസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ സിനിമ OTT വരുമ്പോൾ നിങ്ങൾ കാണണ്ട. കാരണം കാണുകയാണെങ്കിൽ തിയേറ്ററിൽ പോയി കാണേണ്ട ഒരു പടം തന്നെയാണിത്. മസ്റ്റ് തിയേറ്റർ വിസിറ്റ് ചെയ്ത് വാച്ച് ചെയ്യേണ്ട ഒരു പടം തന്നെയാണ് കിഷ്കിന്ദ കാണ്ഡം. പിന്നെ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിലേക്ക് പോവുകയാണെങ്കിൽ സിനിമാറ്റോഗ്രാഫി നമ്മുടെ റൈറ്റർ തന്നെയാണ് ബാഹുൽ രമേശ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. പറയേണ്ട വേറൊരു കാര്യമുണ്ട്, എല്ലാവിധ പുതുമുഖ സിനിമകൾ പോലെ സുഷിൻ ശ്യാമോ ജെയ്ക്സ് ബിജോയ് ഒന്നുമല്ല ഇതിന്റെ സംഗീതം കൊടുത്തിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു ഫാക്ട്. ഇനി നിന്റെ ഫീൽഡ്, അതായത് എഡിറ്റഡ് ബൈ സൂരജ് അത് ഒന്നും പറയാനില്ല. കാരണം ആ ഒരു ദൃശ്യ ഭംഗി, വിഷ്വൽ ബ്യൂട്ടി നമ്മളെ ആ സിനിമയിൽ കാണിക്കുന്നുണ്ടല്ലോ. ആ ഒരു എന്തോ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിനകത്ത് ഓരോ ഷോട്ടും ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ആ റൈറ്റർ എനിക്ക് തോന്നുന്നു പുള്ളി ഈ സാധനം എഴുതിയപ്പം പുള്ളി കണ്ടിട്ടുണ്ട് ഇതിനെ, ആ കണ്ട സാധനം പുള്ളി അതുപോലെ എടുത്ത് നമ്മളെ കാണിച്ചിട്ടുണ്ട് ഒരു പടം. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. നിങ്ങളെല്ലാവരും വീണ്ടും പറയുന്നു, തിയേറ്ററിൽ തന്നെ പോയി ഒരു മസ്റ്റ് വാച്ച് പടമാണ് കിഷ്കിന്ദ കാണ്ഡം. ആസിഫിക്ക എൻ്റെ മകനെ എനിക്ക് തോന്നുന്നു നമ്മുടെ ജോജി എന്ന് പറയുന്ന ഒരു ഫാദിക്കയുടെ ഒരു പടം ഉണ്ടായിരുന്നു. അതിനുശേഷം ഒരു ത്രില്ലർ, ഈ ഒരു ജോണറിൽ എനിക്ക് കുറച്ചും കൂടെ പേഴ്സണലി ഇഷ്ടപ്പെട്ട, എന്നെ പിടിച്ചിരുത്തിയ ഒരു പടം തന്നെയാണ് കിഷ്കിന്ദ കാണ്ഡം. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. ഈ ഡയറക്ടറുടെ മുന്നത്തെ പടം എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടതാണ്, മറ്റേ കക്ഷി അമ്മിണിപ്പിള്ള. നൈസ് പടം, നല്ല. അത് ബേണി പണ്ട് തൊട്ടേ പറയുമായിരുന്നു, അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. കുറച്ച് മുന്നേ പറഞ്ഞേ ഉള്ളൂ. അപ്പം ഇതൊക്കെയാണ് ഈ ഒരു പടത്തിനെ പറ്റി പറയാനുള്ളത്. കൂടുതൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ സ്പോയിലറായി പോകും. അതാണ് ഒന്നും സിനിമയെ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ എനിക്കൊരു പേഴ്സണലി ഒരു സാധനം ഉണ്ടോ, ഞാനത് നിന്നോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്കൂടെ വേണ്ടിയിട്ട് പറയാം. അത് വേറൊന്നുമല്ല, ഒരിക്കലും ഞങ്ങളുടെ ഈ ഒരു റിവ്യൂവിൽ സിനിമയുടെ ഒരു സ്റ്റോറി ലൈനിനെ പറ്റി ഒരു പരിധിയിൽ കൂടുതൽ ഞങ്ങൾ അങ്ങോട്ട് പറയില്ല. അങ്ങനെ ഞങ്ങൾ കുറേ പേരുടെ റിവ്യൂസ് കണ്ടിട്ടുണ്ട്. ഞങ്ങൾ പലരുടെയും റിവ്യൂസ് കണ്ടിട്ടാണ് നമ്മൾ ഈ ഒരു സാധനത്തിലേക്കൊക്കെ വരുന്നത്. അപ്പം പലതും കണ്ടപ്പോഴത്തേക്ക് നമുക്ക് തോന്നിയ ഒരു ഡിഫക്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം ഇത് മാത്രമേ ഉള്ളൂ. പലരും കഥ പറയാറുണ്ട്. ഒരു കുറച്ചായിട്ടെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾ കഥ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പോയി കാണുന്നത് എന്തിനാണ്? ഒരു സിനിമയുടെ റിവ്യൂ കേട്ടിട്ട് നിങ്ങൾക്ക് പോയി കാണാം. അത് സിനിമ കാണണോ വേണ്ടയോ എന്ന് ഞങ്ങൾ പറയുന്നതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. അത് വെച്ചിട്ട് നിങ്ങൾ പോയി പടം കാണുക. നിങ്ങൾ കാശ് മുടക്കുന്നതിനകത്ത് നിങ്ങൾക്ക് അത് മുടക്കുന്നത് എന്താ ഗുണമുണ്ടോ നിങ്ങൾക്ക് അറിയണം, അത്രയും മതി. അല്ലാതെ കഥ അറിയണം എന്ന് കഥ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് നിങ്ങൾ പോകുന്നത്? ഞങ്ങളത് ഭയങ്കരമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടാണ് ഇത്രയും മാത്രം പറയുന്നത് നിങ്ങളോട്. അപ്പോൾ എല്ലാവരും പോയി പടം കാണുക. കൊടുക്കുന്ന കാശ് ലാഭം, അത് ഡെഫിനറ്റാണ്, ഞങ്ങൾ ഉറപ്പ് തന്നിരിക്കുന്നു. അപ്പോൾ പറഞ്ഞോ, സൈൻ ഔട്ട് പറഞ്ഞോ. സൈൻ ഓഫ് ഞാൻ തന്നെ പറയണം. വീണ്ടും ഒരു കിടിലൻ റിവ്യൂ ആയിട്ട് വരുന്നവരെ സ്റ്റേ ട്യൂൺ ഗൈസ്. നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് ഞങ്ങൾക്ക് എനർജി. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ ഇതൊന്നും മറക്കാതിരിക്കുക. എല്ലാവരും സെറ്റായിട്ട് ചെയ്യുക. അപ്പം അടുത്ത പടമായിട്ട് വരുമ്പോൾ കാണാം. തൽക്കാലം ഗുഡ് നൈറ്റ്.